നമസ്കാരം. കർണാടകയിലെ ബിഡദിയിൽ കെ.എസ്.ആർ.ടി.സി സൂപ്പർ ഡീലക്സ് ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും കൊല്ലപ്പെട്ട അപകടം നടന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. കോഴിക്കോട് ഡിപ്പോയിലെ KL 15A1963 നമ്പർ സൂപ്പർ ഡീലക്സ് എയർ ബസ് റോഡരികിലെ ദിശാസൂചിക ബോർഡിന്റെ തൂണിലേക്ക് ഇടിച്ചു കയറി തലകീഴായി മറിഞ്ഞാണ് അപകടം ഉണ്ടാകുന്നത്. ബസ് ഓടിച്ചിരുന്ന കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ് ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നായിരുന്നു അന്ന് കരുതിയിരുന്നത്. ഇദ്ദേഹവും ബസ്സിലെ കണ്ടക്ടറായ കോഴിക്കോട് കോവൂർ സ്വദേശി NM അരുണും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് സിംഗിൾ ഡ്രൈവർ സർവീസ് നടത്തുന്ന 2 ബസ്സുകളിൽ ഒന്നാണ് അന്ന് അപകടത്തിൽപ്പെടുന്നത്. എന്നാൽ ഈ അപകടം ആസൂത്രിതമായി ഉണ്ടാക്കിയതാണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സമഗ്രമായ ഫോറൻസിക് അന്വേഷണം ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കർണാടക സർക്കാരിന് ഔദ്യോഗികമായി കത്തയച്ചു. യാത്രക്കാരുടെ ജീവനെടുക്കുന്ന തരത്തിൽ ഹൈവേകളിൽ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന മാഫിയ സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് KSRTC മാനേജ്മെൻറ്റും കർണാടക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ മുൻവശത്തെ ചില്ലിലേക്ക് മുട്ടയോ മറ്റ് രാസവസ്തുക്കളോ എറിഞ്ഞ് കാഴ്ച മറച്ച ശേഷം വാഹനം നിർത്താൻ നിർബന്ധിതരാക്കി കൊള്ളയടിക്കുന്ന ക്രിമിനൽ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം കാസർഗോട്ടേക്ക് പുറപ്പെട്ട KSRTC സൂപ്പർ ഡീലക്സ് ബസ് ആക്രമിക്കപ്പെട്ടതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ അപകടം നടന്ന അതേ ആവരഗരെ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് രാത്രി 9:30 ഈ ബസ്സിന് നേരെയും മുട്ടയേറുണ്ടാകുന്നത്. വിജനവും ഇരുണ്ടതുമായ പ്രദേശത്ത് വെച്ച് സർവീസ് റോഡിൽ നിലയുറപ്പിച്ച ആക്രമികൾ ബസ്സിൻ്റെ വിൻഷീൽഡിലേക്ക് ലക്ഷ്യം വെച്ച് മുട്ടയെറിയുകയായിരുന്നു. ഗ്ലാസിൽ തട്ടി മുട്ട ചിതറിയോടെ ഡ്രൈവറുടെ കാഴ്ച പൂർണ്ണമായും തടസ്സപ്പെട്ടു. 5 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും എന്നാൽ തക്ക സമയത്ത് ജാഗ്രത പാലിച്ച ഡ്രൈവർ B സുരേഷ് വാഹനം നിർത്താതെ മുന്നോട്ടോടിച്ച് വെളിച്ചമുള്ള സ്ഥലത്ത് എത്തിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ബസ് നിർത്തിയിരുന്നെങ്കിൽ വൻ ദുരന്തം ആവർത്തിക്കുമായിരുന്നേനെ. പിന്നീട് ഗ്ലാസ് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് യാത്ര തുടർന്ന് ബിഡദി പോലീസിൽ പരാതി നൽകിയത്. മൈസൂർ ബംഗളൂരു റൂട്ടിലും കേരളത്തിലേക്ക് വരുന്ന മാനന്തവാടി സുൽത്താൻ ബത്തേരി പാതകളിലും മലയാളികളെ ലക്ഷ്യമിട്ട് ഇത്തരം ഹൈവേ കൊള്ളക്കാർ സജീവമാണ് എന്നാണ് റിപ്പോർട്ട്. വാഹനങ്ങളുടെ വശങ്ങളിൽ മനഃപൂർവ്വം ഉരസി അപകടം സൃഷ്ടിക്കുകയും തുടർന്ന് തർക്കമുണ്ടാക്കി പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന ക്രിമിനൽ രീതികളും ഈ പാതകളിൽ ഇന്ന് പതിവായി മാറിയിരിക്കുന്നു. സംഭവത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് കർണാടക പോലീസ് ശക്തമായ പട്രോളിങ്ങും പ്രത്യേക അന്വേഷണവും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനങ്ങളുടെ മുൻവശത്തെ ചില്ലിൽ മുട്ടയോ എണ്ണയോ മറ്റ് അവശിഷ്ടങ്ങളോ എറിഞ്ഞ് കാഴ്ച മറച്ചുകൊണ്ട് ഹൈവേകളിൽ നടത്തുന്ന കവർച്ചാ രീതികളും അതിനെതിരെയുള്ള പോലീസ് നടപടികളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ യാത്രക്കാരുടെ കാറുകളുടെ വിൻഷീൽഡിലേക്ക് മുട്ടയും സമാനമായ രീതിയിൽ രാസവസ്തുക്കളും എറിഞ്ഞ് വഴിയിൽ തടഞ്ഞു നിർത്തി കവർച്ച നടത്തി വരുന്ന ഒരു സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. സ്ത്രീ അടക്കമുള്ള 4 അംഗ സംഘമാണ് അന്ന് പിടിയിലാവുന്നത്. ദില്ലി ഉത്തർപ്രദേശ് അതിർത്തികളിലെയും പ്രധാന ദേശീയ പാതകളിലെയും വിജനമായ റോഡുകൾ കേന്ദ്രീകരിച്ച് ഇവർ ഇത്തരം നിരവധി മോഷണങ്ങൾ നടത്തിയിരുന്നതായി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കാനും പെട്ടെന്ന് വാഹനം നിർത്താൻ നിർബന്ധിതരാക്കാനും വേണ്ടിയാണ് അക്രമികൾ ഈ മാർഗം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ അസമിലെ തിൻസു ജില്ലയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുംഡൂമ കക്കോപ്പത്തർ ബൈപ്പാസിൽ യാത്രാവാഹനങ്ങൾക്ക് നേരെ മുട്ടയെറിഞ്ഞ് കാഴ്ച തടസ്സപ്പെടുത്തിയ ശേഷം തോക്കും വടിവാളും കാണിച്ച് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കവർന്ന സംഭവത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുകയും സമാനമായ കുറ്റകൃത്യങ്ങൾ തടയാൻ ഹൈവേകളിൽ പട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തിരുന്നു. രാത്രികാലങ്ങളിൽ യാത്രാവേളകളിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ വാഹനങ്ങൾ വിജനമായ സ്ഥലങ്ങളിൽ നിർത്തിക്കൊടുക്കരുതെന്നും വെളിച്ചമുള്ള സ്ഥലങ്ങൾ നോക്കി പോകണമെന്നും പോലീസും ഗതാഗത വകുപ്പും നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൈസൂർ ബംഗളൂരു ദേശീയപാതയിലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. KSRTC ബസ്സിന് നേരെയുണ്ടായ മുട്ടയേറും തുടർന്ന് ജീവനക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവവും ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഹൈവേകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം സംഘങ്ങളെ വേരോടെ പിഴുതെറിയാനും കർണാടക കേരള പോലീസ് സംയുക്തമായി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ
ഇത്തരം കൊള്ളസംഘങ്ങൾക്കെതിരെ ജാഗ്രതയോടെയുള്ള നിരീക്ഷണവും ശക്തമായ പോലീസ് പട്രോളിങ്ങും അത്യാവശ്യമാണ്. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.